നമസ്കാരം. KFCയുടെ 34ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് വീണ്ടും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യുന്നത്. നേരിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. പെൻഷൻ കേസുകൾ, ആദ്യത്തെ ചോദ്യം ഇതാണ്. പെൻഷൻ കേസുകൾ, അവയോടൊപ്പം ചേർത്തിട്ടുള്ള പെൻഷൻ കേസുമായി ബന്ധപ്പെട്ട സർവീസ് ബുക്കുകളും ലീവ് അക്കൗണ്ടുകളും ഉൾപ്പെടെ എത്ര കാലത്തേക്ക് സൂക്ഷിക്കണം? അപ്പൊ നമ്മൾ ഇപ്പൊ ഈ മൂന്നാലഞ്ച് ചോദ്യം സൂക്ഷിപ്പിനെ സംബന്ധിച്ച പല കാര്യം, കണ്ടിൻജന്റ് ബില്ല്, അത്തരം കാര്യങ്ങളൊക്കെ എത്ര കാലം സൂക്ഷിക്കണം, ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ MOP ഉള്ളതാണ്. അത് കൂടാതെ ഇപ്പോൾ ഇത് KFCയിൽ വന്നതാണ്. അപ്പോൾ അപ്പോൾ പെൻഷൻ കേസുകൾ, സർവീസ് ബുക്ക് അടക്കം എത്ര കാലം എന്ന് ചോദിച്ചാൽ 25 വർഷം, അല്ലെങ്കിൽ പെൻഷൻകാർ മരിച്ചിട്ട് 3 വർഷം വരെ ഇത് സൂക്ഷിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, TA ബില്ലുകളുമായി ബന്ധപ്പെട്ട അക്വിറ്റൻസ് റോളുകൾ എത്ര കാലത്തേക്ക് സൂക്ഷിക്കണം? TA ബില്ലിന്റെ അക്വിറ്റൻസ് റോള് സൂക്ഷിക്കേണ്ടത് 3 വർഷത്തേക്കാണ്. അടുത്തത്, TA ബില്ലുകൾ സൂക്ഷിക്കേണ്ട കാലയളവ്, വീണ്ടും അത് തന്നെയാണ് ചോദ്യം. 3 വർഷമാണ് TA ബില്ല് സൂക്ഷിക്കേണ്ട കാലയളവ്. TA ബില്ലിന്റെ ആദ്യത്തെ ചോദ്യം TA ബില്ലിന്റെ അക്വിറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കാലം സൂക്ഷിക്കണം? ഈ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഈ കാലാവധി, ഈ പറയുന്ന നിർദ്ദിഷ്ട കാലാവധിക്ക് ശേഷം മാത്രമേ ആ ഡോക്യുമെന്റ് നശിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അത് നശിപ്പിക്കുന്നതിന് ചില ഡോക്യുമെന്റ്സിനൊക്കെ നശിപ്പിക്കുന്നതിന് പോലും പെർമിഷൻ വേണം. ഇനി അപ്പൊ ട്രാവലിംഗ് അലവൻസ് ബില്ലുകൾ, TA ബില്ലുകൾ സൂക്ഷിക്കേണ്ട കാലാവധിയും 3 വർഷമാണ്. റെസീറ്റ് ബുക്കിന്റെ കൗണ്ടർ ഫോയിലുകൾ എത്ര കാലത്തേക്ക് സൂക്ഷിക്കണം? റെസീറ്റ് ബുക്കിന്റെ കൗണ്ടർ ഫോയിലുകൾ ശരിക്കും 6 വർഷം സൂക്ഷിക്കേണ്ടതാണ്. റെസീറ്റ് ബുക്കിന്റെ കൗണ്ടർ ഫോയിലുകൾ 6 വർഷം സൂക്ഷിക്കണം. അടുത്ത ചോദ്യം, ഒരു സർക്കാർ ജീവനക്കാരിൽ നിന്നുള്ള റിക്കവറി സാധാരണയായി എത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല? അതായത് ഒരു ജീവനക്കാരിൽ നിന്ന് ഏതെങ്കിലും ഡ്യൂസ് വന്നപ്പോൾ റിക്കവറി ആയി കഴിഞ്ഞാൽ എത്ര ഭാഗം മാത്രമേ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ പാടുള്ളൂ എന്നാണ്. ബാക്കി അയാളുടെ ജീവനാംശമായിട്ട് അയാൾക്ക് തന്നെ കൊടുക്കണം. സാലറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുഴുവൻ പിടിച്ചെടുക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അതിന്റെ പിടുത്തം എന്ന് പറയുന്നത് 1/3 ഭാഗം മാത്രമേ റിക്കവർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അടുത്ത ചോദ്യം, കണ്ടിൻജന്റ് ബില്ലുകൾ എത്ര കാലത്തിൽ കുറയാതെ സൂക്ഷിക്കണം? കണ്ടിൻജന്റ് ബില്ലുകൾ 5 വർഷത്തിൽ കുറയാത്ത കാലത്തേക്ക് സൂക്ഷിച്ചിരിക്കണം. അടുത്ത ചോദ്യം, അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകൾ നശിപ്പിക്കുന്നത് കേരള ഫിനാൻഷ്യൽ കോഡിലെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? അതായത് ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ നശിപ്പിക്കാൻ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നതൊക്കെ നിർദ്ദിഷ്ട കാലങ്ങളുണ്ട്. ആ കാലാവധിക്ക് ശേഷം മാത്രമേ അത് നശിപ്പിക്കാൻ പാടുള്ളൂ. ഇത് കേരള ഫിനാൻഷ്യൽ കോഡിലെ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം. അത് ആർട്ടിക്കിൾ 338 ആണ്. ഇനി ഒരു ഓഫീസിലെ കണ്ടിൻജന്റ് ബില്ലുകൾ എത്ര വർഷത്തേക്ക് സൂക്ഷിക്കണം? കണ്ടിൻജന്റ് ബില്ലുകൾ 5 വർഷത്തേക്ക് സൂക്ഷിക്കണം. അടുത്ത ചോദ്യം, നശിപ്പിക്കാൻ ഉത്തരവിട്ട രേഖകളുടെ വിവരങ്ങൾ എന്ന രേഖകൾ എന്ത് ചെയ്യണം? അതായത് നശിപ്പിക്കാൻ ഉത്തരവിട്ട രേഖകളുടെ വിവരങ്ങൾ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ സൂക്ഷിച്ചിട്ടുണ്ടാവും. അതിനകത്ത് എത്ര രേഖകൾ നശിപ്പിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന കാര്യം വിശദമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ആ ബുക്ക് അല്ലെങ്കിൽ ആ രേഖ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത്. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നശിപ്പിക്കാൻ ഉത്തരവിട്ട ചില രേഖകൾ ഉണ്ടാവും, ഇന്ന രേഖകൾ നശിപ്പിക്കാം എന്ന് അത് ഓർഡർ ആക്കിയിട്ടുണ്ടാവും. ആ ഉത്തരവിന്റെ വിവരങ്ങൾ എവിടെ എഴുതിയിട്ടുണ്ടാവും? ആ വിവരങ്ങൾ ഒരു രജിസ്റ്ററിൽ കൃത്യമായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ രജിസ്റ്റർ എപ്പോഴും നശിപ്പിക്കാൻ പറ്റുമോ, എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ അതിന്റെ ആൻസർ ഒരിക്കലും നശിപ്പിക്കരുതെന്നാണ്. ആ ബുക്ക്, അതായത് നശിപ്പിക്കാൻ ഉത്തരവിട്ട രേഖകളുടെ വിവരങ്ങൾ അടങ്ങിയ ആ രജിസ്റ്റർ ഒരിക്കലും നശിപ്പിക്കരുത്. നെവർ ബി ഡിസ്ട്രോയിഡ്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ പേ ബില്ലുകൾ എത്ര വർഷത്തിൽ കുറയാതെ സൂക്ഷിക്കണം? ഇപ്പോഴത്തെ കാലത്ത് അത് പ്രസക്തമല്ല, സ്പാർക്ക് ബില്ലൊക്കെ ആയതുകൊണ്ട്. എന്നാലും അതിന്റെ ഉത്തരം, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ പേ ബില്ല് സൂക്ഷിക്കേണ്ട കാലാവധി എന്ന് പറയുന്നത് 45 വർഷമാണ്. ഇനി അടുത്ത ചോദ്യം, ഒരു സിവിൽ പെൻഷനർ മരണപ്പെട്ടതായി വിവരം ലഭിച്ചാൽ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ആ വിവരം ആർക്കാണ് ഉടൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്?
ഒരു സിവിൽ പെൻഷനർ മരണപ്പെട്ടതായി വിവരം ലഭിച്ചാൽ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ, ആ പെൻഷൻ ഡിസ്ബേഴ്സിംഗ് ഓഫീസറാണ്, അത് ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ്. അത് അക്കൗണ്ടന്റ് ജനറലിലാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, പാറശാലയിൽ താമസിച്ചിരുന്ന വിരമിച്ച ഒരു സർക്കാർ ജീവനക്കാരൻ 1/12/2015 മരണപ്പെട്ടു. ഇദ്ദേഹം പാറശാല സബ് ട്രഷറിയിൽ നിന്നാണ് പെൻഷൻ വാങ്ങിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ മരണവിവരം പാറശാല സബ് ട്രഷറി ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അധികാരി ആരാണ്? അതാണ് ചോദ്യം. അത് പാറശാല വില്ലേജ് ഓഫീസറാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബന്ധപ്പെട്ട സബ് ട്രഷറി ഓഫീസർ, ഒരു സബ് ട്രഷറിയിലെ അല്ലെങ്കിൽ ട്രഷറിയിലെ ഓഫീസർ ഓരോ വില്ലേജിലുമുള്ള വില്ലേജ് ഓഫീസർമാർക്ക് ആ വില്ലേജിന്റെ പരിധിയിൽ താമസിക്കുന്ന പെൻഷനർമാരായിട്ടുള്ള ആളുകളുടെ വിവരങ്ങളുടെ പെൻഷനർമാരുടെ ഒരു ലിസ്റ്റ് വില്ലേജ് ഓഫീസർ നൽകും. വില്ലേജ് ഓഫീസർക്ക് ആര് നൽകും? ട്രഷറി ഓഫീസർ നൽകും. ഓരോ വില്ലേജ് ഓഫീസർ അവ ട്രഷറിയുടെ പരിധിയിലുള്ള പെൻഷൻ കൊടുക്കുന്ന ആ പരിധിയിലുള്ള പെൻഷനേഴ്സിനായിട്ടുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് ട്രഷറി ഓഫീസർ വില്ലേജ് ഓഫീസർക്ക് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ വില്ലേജ് ഓഫീസർ എന്ത് വേണം? ഇതിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അക്കാര്യം ട്രഷറി ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് കണക്ക്. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഈ ചോദ്യത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ പാറശാല വില്ലേജ് ഓഫീസറാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് പക്ഷെ ഇന്നത്തെ ഒരു കാലത്തിൽ എനിക്ക് അങ്ങനെ ലിസ്റ്റ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ റിപ്പോർട്ടിങ്ങും ഇല്ല. ഇപ്പോൾ എന്താണ് ഡെത്ത് രജിസ്ട്രേഷനും ഒക്കെ ഉണ്ട്, വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തത് മസ്റ്ററിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് ഇപ്പോൾ ആ ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി അടുത്ത ചോദ്യം, യൂണിയൻ ഗവൺമെന്റിന്റെ ചുമതലകൾ സംസ്ഥാന ഗവൺമെന്റിന് കൈമാറുന്നതിനെ കുറിച്ച്, അതായത് ഡെലിഗേഷൻ ഓഫ് യൂണിയൻ ഫങ്ഷൻസ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലകൾ സംസ്ഥാന ഗവൺമെന്റിന് കൈമാറുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആർട്ടിക്കിൾ 340 ആണ്. അടുത്ത ചോദ്യം, ഒരു ഓഫീസിലെ സ്റ്റോറുകളുടെയും സ്റ്റോക്ക് അക്കൗണ്ടുകളുടെയും ഓഡിറ്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നടത്തുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? ഒരു ഓഫീസിലെ സ്റ്റോറുകളുടെയും സ്റ്റോക്ക് അക്കൗണ്ടുകളുടെയും ഓഡിറ്റ് CAG, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നടത്തുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ്? അതിന്റെ ആൻസർ C&AGയുടെ ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് 1971 ക്ലോസ് 17 പ്രകാരം ആണ് അങ്ങനെ ഒരു ഓഡിറ്റ് നടത്തുന്നത്. ഇനി അടുത്ത ചോദ്യം, റെയിൽവേ വാറന്റ് പുറപ്പെടുവിക്കുന്നത് ആരാണ്? റെയിൽവേ വാറന്റ് ഈസ് ഇഷ്യൂഡ് ബൈ, നമുക്കറിയാം റെയിൽവേ വാറന്റുകൾ പുറപ്പെടുവിക്കുന്നത് ശരിക്കും പോലീസുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അത് പോലീസുകാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ റെയിൽവേ വാറന്റ് പുറപ്പെടുവിക്കുന്നത്. ഇവിടെ അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് സൂപ്രണ്ട് ഓഫ് പോലീസാണ്. റെയിൽവേ വാറന്റ് പുറപ്പെടുവിക്കുന്നത് സൂപ്രണ്ട് ഓഫ് പോലീസാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിന്റെ ഏകീകൃത ഫണ്ടിൽ, അതായത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ് നിന്ന് ചെലവഴിക്കുന്ന ഇനങ്ങളുടെ പട്ടിക നൽകിയിരിക്കുന്നത് ഏത് അപ്പൻഡിക്സിലാണ്? നമ്മൾ കേരള ഫിനാൻഷ്യൽ കോഡിന്റെ അപ്പൻഡിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ ശരിക്കും 11 അനുബന്ധങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, അപ്പൻഡിക്സുകളാണ്. ആ അപ്പൻഡിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ തുടങ്ങുന്നത്. ആദ്യത്തെ ചോദ്യമാണ്, അതായത് സംസ്ഥാനത്തിന്റെ ഏകീകൃത ഫണ്ടിൽ നിന്ന്, അതായത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ചെലവഴിക്കുന്ന ഇനങ്ങളുടെ പട്ടികയാണ്. അത് ഏത് അപ്പൻഡിക്സിലാണ് നൽകിയിരിക്കുന്നത്? അത് അപ്പൻഡിക്സ് 4ലാണ്. ഇനി അടുത്ത ചോദ്യം, പരസ്യത്തിനുള്ള നിരക്കുകൾ, അതായത് റേറ്റ്സ് ഓഫ് ചാർജ് ഓഫ് അഡ്വർടൈസ്മെന്റ് അംഗീകരിക്കേണ്ടത് ആരാണ്? പരസ്യത്തിനുള്ള നിരക്കുകൾ, റേറ്റ്സ് ഓഫ് ചാർജസ് ഓഫ് അഡ്വർടൈസ്മെന്റ് അംഗീകരിക്കേണ്ടത് ആരാണ് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ്. ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ് ആണ്. പബ്ലിക് ഇൻസ്ട്രക്ഷൻ അല്ല, ശ്രദ്ധിക്കണേ, പബ്ലിക് റിലേഷൻസ് ആണ് അത് അംഗീകരിക്കേണ്ടത്.
അടുത്ത ചോദ്യം, സർക്കാർ വാടകയ്ക്കെടുക്കുന്ന സ്വകാര്യ കെട്ടിടങ്ങളുടെ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് സംബന്ധിച്ച വ്യവസ്ഥ എന്താണ്? സ്വകാര്യ കെട്ടിടങ്ങളാണ്, അപ്പൊ സർക്കാർ വാടകയ്ക്ക് എടുക്കുകയാണ്. അതിൽ ഒരു അഗ്നിബാധയുടെ ഇൻഷുറൻസ് അതെങ്ങനെയാണ് എന്നാ ചോദിച്ചു. അതിന്റെ ആൻസർ, ലെഫ്റ്റ് ടു ദ ഓപ്ഷൻ ഓഫ് ദ ഓണർ ആൻഡ് ഇഫ് ഹി ഇൻഷുവേഴ്സ് പ്രീമിയം മസ്റ്റ് ബി പെയ്ഡ് ഔട്ട് ഓഫ് റെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉടമയുടെ തീരുമാനത്തിന് വിടുകയാണ്. അദ്ദേഹം ഇൻഷുറൻസ് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം അദ്ദേഹത്തിന് കിട്ടുന്ന വാടകയിൽ നിന്ന് തന്നെ നൽകണം. അത് ഗവൺമെന്റ് നൽകുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പോളിസി ഇൻഷുറൻസിനുള്ള പ്രീമിയം. ചോദ്യം മനസ്സിലായെന്ന് വെച്ചാൽ സർക്കാർ വാടകയ്ക്ക് എടുക്കുന്ന സ്വകാര്യ കെട്ടിടങ്ങളുടെ കാര്യത്തിലാണ് അഗ്നിബാധയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു. അത് ഇതിന്റെ ഉടമയ്ക്ക് എടുക്കാം. ഉടമയ്ക്ക് എടുത്താൽ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന വാടകയിൽ നിന്ന് പ്രീമിയം അടച്ചോണം എന്ന് പറഞ്ഞാൽ സ്വന്തം ചെലവിൽ എടുക്കണമെന്നർത്ഥം. ഗവൺമെന്റിൽ ആ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ കോൺട്രിബ്യൂഷൻ ഒന്നും ഗവൺമെന്റ് വഹിക്കുന്നതല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, ഒരു സബോർഡിനേറ്റ് ഓഫീസിലേക്ക് ഒരു ക്ലോക്ക് വാങ്ങുന്നതിന് അനുമതി നൽകാൻ കഴിയുന്നത് ആർക്കാണ്? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പ്രസക്തമല്ല. കാരണം എന്താ വെച്ചാൽ ഒരു സബോർഡിനേറ്റ് ഓഫീസിലേക്ക് ഒരു വാൾ ക്ലോക്ക്, അതായത് ഭിത്തിയിൽ തൂക്കാൻ വേണ്ടി ഒരു ക്ലോക്ക് വാങ്ങുന്നു. പണ്ട് ഇതൊരു വലിയ സംഭവം. കാരണം അന്നത്തെ കാലത്ത് ക്ലോക്കിന് വലിയ വിലയാണ്, കിട്ടുന്ന ശമ്പളവും വളരെ കുറവായി. ഇന്നിപ്പോൾ ആ ഓഫീസിലെ ആരോട് പറഞ്ഞാലും ആ ഓഫീസിലൊരു ക്ലോക്ക് വാങ്ങി വെക്കും. എന്നാലും തിയററ്റിക്കലി നമ്മൾ പറയുമ്പോൾ ഒരു ഓഫീസിലേക്ക് ഒരു ക്ലോക്ക് വാങ്ങാൻ അനുമതി നൽകാനുള്ള അധികാരം എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനാണ്. ആൻസർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. കാരണം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് 250 രൂപയ്ക്കും ക്ലോക്ക് കിട്ടും. അതിപ്പോൾ ഓഫീസിലുള്ള ആരോട് പറഞ്ഞാലും അയാളുടെ ചെലവിൽ അയാൾ വേണമെങ്കിൽ വാങ്ങി വെക്കും. അത്രയേ ഉള്ളൂ അതിന്റെ റേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് എന്നാലും അത് ആ ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും അത് പറഞ്ഞത്. എന്നാലും ഈ തിയറി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി സംസ്ഥാനത്തിന്റെ ഏകീകൃത ഫണ്ടിൽ നിന്നും, അതായത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ് നിന്ന് ഈടാക്കാത്ത ചെലവ് ഏതാണെന്ന് കണ്ടെത്തുക. അതിൽ നിന്ന് ഈടാക്കാത്തത്. ഇപ്പൊ ഗവർണറുടെ ഓപ്ഷൻ ഇതാണ്, ഗവർണറുടെ ശമ്പളവും അലവൻസുകളും ഇതിൽ നിന്നാ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ ഫണ്ടിൽ നിന്ന് തന്നെയാണ്. ഹൈക്കോടതിയുടെ ഭരണപരമായ ചെലവുകൾ അതും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് തന്നെയാണ്. എന്നാൽ ഇത് സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഏകീകൃത ഫണ്ടിൽ നിന്ന് ഈടാക്കാത്ത ചെലവെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ശമ്പളവും അലവൻസുകളുമാണ്. ഇവിടെ കൊടുത്ത ഓപ്ഷനിൽ ദ സാലറി ആൻഡ് അലവൻസസ് ഓഫ് ദി ചീഫ് മിനിസ്റ്റർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓർമ്മിക്കുക, മുഖ്യമന്ത്രിയുടെ ശമ്പളവും അലവൻസുകളും നമ്മൾ സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ല ഈടാക്കുന്നത് എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം, സർക്കാർ ഓഫീസുകളിലേക്ക് പത്രങ്ങളും പീരിയോഡിക്കൽസും വാങ്ങുന്നതിന് ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. സർക്കാർ ഓഫീസുകളിലേക്ക് പത്രങ്ങളും മറ്റ് ആനുകാലികളും, അതായത് പീരിയോഡിക്കൽസും ബുക്സൊക്കെ വാങ്ങുന്നതിന് ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ഇത് ഏത് ചട്ടപ്രകാരമാണെന്ന ചോദ്യം. എൻ്റെ ആൻസർ, അപ്പൻഡിക്സ് 4 43. അപ്പൻഡിക്സ് 4 ബ്രാക്കറ്റിൽ 43, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2. നമുക്കറിയാം അപ്പൻഡിക്സ് എന്ന് പറയുന്നത് വോളിയം 2 ആണ്. ഇനി അടുത്ത ചോദ്യമാണ്, ആനകളെ വാങ്ങുന്നതിന് ഗവൺമെന്റിന്റെ അനുമതി ആവശ്യമാണ്. ഇത് ഏത് ചട്ടപ്രകാരമാണ് ആനകളെ വാങ്ങും? അതും അപ്പൻഡിക്സ് 4 അപ്പൻഡിക്സിൽ 4-22, KFC വോളിയം 2. അടുത്ത ചോദ്യം, റോഡിലൂടെ കാൽനടയായി നടത്തുന്ന എത്ര കിലോമീറ്റർ ദൂരത്തെയാണ് ഒരു ദിവസത്തെ യാത്രയായി കണക്കാക്കുന്നത്? ഇപ്പോൾ ഒരു ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് റോഡിലൂടെ കാൽനടയായിട്ടാണ് പോകുന്നതെങ്കിൽ അത് എത്ര കിലോമീറ്റർ ആണ്? ഇത് പലർക്കും അറിയാത്തതായിരിക്കും എന്ന് എനിക്ക് അറിയാം. അത് 24 കിലോമീറ്റർ ആണ്. റോഡിലൂടെ കാൽനടയായി നടത്തുന്ന ദൂരം അതിനെ ഒരു ദിവസത്തെ യാത്രയായി കണക്കാക്കണമെങ്കിൽ അത് 24 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കണം. ഇനി ഇതൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ളത് തന്നെയാണ്. ഇന്നിപ്പോ
കാൽനടയായിട്ട് 24 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം എവിടെയും ഇല്ല എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയാം. എങ്കിൽ പോലും ഇത് നമ്മൾ പണ്ട് തിയറിയിൽ ഇത് വളരെ പ്രധാനമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഭൂപടങ്ങൾ, അറിയാലോ, മാപ്പുകൾ അനുവദിക്കുന്നത് ആരാണ്? മാപ്പുകൾ അനുവദിക്കുന്നത് ആരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്? അത് സർവേ ഡിപ്പാർട്ട്മെന്റാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഭൂപടങ്ങൾ, മാപ്പുകൾ അനുവദിക്കുന്നത് ആരാണ്? സർവേ ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്ത ചോദ്യം, സീക്രട്ട് സർവീസ് ചെലവുകളുടെ കണക്കുകൾ ആരുടെ പരിശോധനയ്ക്ക് വിധേയമാകില്ല? സീക്രട്ട് സർവീസ് ചെലവുകളുടെ കണക്കുകൾ, അതിൻ്റെ ഉത്തരം ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ, ഓഡിറ്റ് വകുപ്പിന്റെ പരിശോധനയ്ക്ക് വിധേയമാകില്ല. അതായത് സീക്രട്ട് ചെലവുകൾ, സീക്രട്ട് എക്സ്പെൻഡിച്ചർ, രഹസ്യ ചെലവുകൾ എന്നൊക്കെ നമ്മൾ പറയും. ചില സീക്രട്ട് ചെലവുകൾ വഹിക്കുന്നതിന് അധികാരപ്പെട്ട ഓഫീസർമാരുണ്ട്. നമുക്കറിയാം, ഫിനാൻസിൽ പരീക്ഷകൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പലതരത്തിലുള്ള പരീക്ഷകൾ നടത്തുന്നു. അത്തരത്തിൽ ഒക്കെ അതൊക്കെ സീക്രട്ട് സെക്ഷൻസാണ്. അപ്പോൾ സീക്രട്ട് സർവീസുകൾ അതിൻ്റെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ചില സീക്രട്ട് വഹിക്കുന്ന അധികാരപ്പെട്ട ഓഫീസർമാരും കൺട്രോളിംഗ് ഓഫീസർമാരുടെയൊക്കെ പറയാം. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ഡയറക്ടർ വിജിലൻസ്, പബ്ലിക് എക്സാമിനേഷൻ കമ്മീഷണർ. നമുക്കറിയാം, ഒരു പൊതുപരീക്ഷ നടത്തുമ്പോൾ അതിലെല്ലാ കാര്യവും വെളിപ്പെടുത്തി ഇന്നടത്തുനിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പുറത്തേക്ക് പറയാൻ കഴിയാത്തതാണ് സീക്രട്ട് സെക്ഷനായിട്ടാണ്. എൻട്രൻസ് പരീക്ഷ കമ്മീഷണർ സീക്രട്ട് സർവീസാണ്. ചീഫ് ഫോറസ്റ്റ് കൺസർവേഷൻ വിജിലൻസ്, എക്സൈസ് കമ്മീഷണർ, ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ, നികുതി വകുപ്പ് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, വനം വന്യജീവി വകുപ്പ് സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, ഇവരെല്ലാം ഈ സീക്രട്ട് ചെലവുകൾ, സീക്രട്ട് സർവീസ് ചെലവുകൾ വഹിക്കുന്നതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ഈ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വഹിക്കുന്ന സീക്രട്ട് സർവീസ് ചെലവുകളുടെ കണക്കുകൾ, നമ്മൾ ഈ സീക്രട്ട് സർവീസ് മനസ്സിലാകാൻ വേണ്ടി ഒരേ ഒരു കാര്യം എടുത്താൽ മതി, നമുക്ക് എളുപ്പം മനസ്സിലാകാൻ. എന്ത്? എൻട്രൻസ് എക്സാമിനർ, അദ്ദേഹം ഒരു സീക്രട്ട് സർവീസ് നടത്തുന്ന ആളാണ്. അതിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം ആയല്ലോ. ചോദ്യപേപ്പർ ഉണ്ടാക്കല്, ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാക്ക, ക്യാഷ്, അത് പ്രിന്റ് ചെയ്യുന്ന എവിടെ, ഇതൊന്നും പുറത്തേക്ക് വെളിവാക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം ചില സർവീസുകളാണ് സീക്രട്ട് സർവീസ്. അത് എല്ലാ വകുപ്പിലും ഉണ്ട്. അതിന് ബന്ധപ്പെട്ട, അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അത് ഓഡിറ്റ് വകുപ്പിന്റെ പരിശോധനയ്ക്ക് വിധേയമാകില്ല എന്നാണ് പറയുന്നത് സീക്രട്ട് സർവീസ് ചെലവുകളുടെ കണക്കുകൾ. ഇനി താഴെ പറയുന്നവരിൽ ആർക്കാണ് സീക്രട്ട് എക്സ്പെൻഡിച്ചർ നടത്തുന്നതിന് അധികാരമില്ലാത്തത്? താഴെ പറയുന്നവയിൽ ആർക്കാണ്? അപ്പം ചോദ്യത്തിന്റെ ഓപ്ഷൻ ഞാൻ പറയേണ്ടിയിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്. ഫോറസ്റ്റിലെ ചീഫ് കൺസർവേറ്റർ ആരാണ്? ശരിക്കും സീക്രട്ട് എക്സ്പെൻഡിച്ചർ സർവീസ് നടത്തുന്ന ആളാണ്. ചീഫ് സെക്രട്ടറി സീക്രട്ട് സർവീസ് ചെലവുകൾ നടത്തുന്നയാളാണ്. ഡയറക്ടർ ഓഫ് വിജിലൻസ് സീക്രട്ട് സർവീസ് ചെലവുകൾ നടത്തുന്നയാളെ, ഈ 3 പേരും അതെ. പിന്നെ ഡയറക്ടർ ഓഫ് ഫിഷറീസ് എന്നൊരു ഉത്തരവിടെയുണ്ട്. അത് ഡയറക്ടർ ഓഫ് ഫിഷറീസ് സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ നടത്തുന്ന ആളല്ല. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഡയറക്ടർ ഓഫ് ഫിഷറീസ് എന്നാണ്. ചോദ്യം ഇതായിരുന്നു, താഴെ പറയുന്നതിൽ ആർക്കാണ് സീക്രട്ട് എക്സ്പെൻഡിച്ചർ നടത്തുന്നതിന് അധികാരമില്ലാത്തത്? ആൻസർ ഡയറക്ടർ ഓഫ് ഫിഷറീസ്. ബാക്കി ഇവിടെ പറഞ്ഞ ചീഫ് സെക്രട്ടറിക്കും ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനും പിന്നെ ഡയറക്ടർ ഓഫ് വിജിലൻസിനും ഒക്കെ ഈ സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ നടത്താവുന്നതാണ്. അടുത്ത ചോദ്യം, സീക്രട്ട് സർവീസ് ചെലവുകൾ അതത് ഓഡിറ്റ് അതോറിറ്റി പരിശോധിക്കും എന്ന പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയല്ല, അത് തെറ്റാണ്. സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചറുകൾ ഓഡിറ്റ് അതോറിറ്റി പരിശോധിക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകമായി സ്ക്രൂട്ടിനി നടത്തേണ്ട ആവശ്യമില്ല എന്നാണ്. അടുത്ത ചോദ്യം, ധനകാര്യ ബില്ലിലെ തുക കുറയ്ക്കുന്നതിനായി അവതരിപ്പിക്കുന്ന പ്രമേയം ഏതാണ്? ധനകാര്യ ബില്ലിലെ തുക കുറയ്ക്കുന്നതിനായി അവതരിപ്പിക്കുന്ന പ്രമേയം ഏതാണ്? ദ മോഷൻ മൂവ്ഡ് ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഡിമാൻഡ്. അപ്പോൾ ആ പ്രമേയത്തിന്
ഒരു പേരുണ്ട്, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ധനകാര്യ ബില്ലിലെ തുക കുറയ്ക്കുന്നതിനായി അവതരിപ്പിക്കുന്ന പ്രമേയം. അതിന്റെ ആൻസർ കട്ട് മോഷൻ എന്നാണ്. CUT, കട്ട് മോഷൻ എന്നാണ്. അതായത് പാർലമെന്റില് ഈ ബജറ്റ് ചർച്ചയ്ക്കിടെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന തുക, അതായത് ഡിമാൻഡ് ഫോർ ഗ്രാൻസ് കുറയ്ക്കുന്നതിനായിട്ട് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന പ്രമേയത്തിനാണ് നമ്മൾ ഈ കട്ട് മോഷൻ എന്ന് പറയുന്നത്. അത്ര എക്സ്പ്ലനേഷൻ പോരെ, അത് മതി. അതായത് ധനകാര്യ ബില്ലിലെ തുക കുറയ്ക്കുന്നതിനായി അവതരിപ്പിക്കുന്ന പ്രമേയമാണ് ചോദിച്ചിരിക്കുന്നത്. ആ പ്രമേയത്തിന്റെ ആൻസർ, പ്രമേയം എന്ന് പറയുന്നത് കട്ട് മോഷൻ എന്നാണ്. അതായത് പാർലമെന്റിലെ ബജറ്റ് ചർച്ചയ്ക്കിടെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന തുക കുറയ്ക്കുന്നതിനായിട്ട് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് ഈ കട്ട് മോഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ബാങ്ക് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ചുള്ള പ്രധാന വ്യവസ്ഥകളും അത് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും KFC വോളിയം 2 ഏതു ഭാഗത്താണ് നൽകിയിരിക്കുന്നത് ചോദിച്ച്. ബാങ്ക് ഗ്യാരണ്ടികളെ കുറിച്ച് അത് അപ്പൻഡിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് അപ്പൻഡിക്സ് 9 ആണ്. ബാങ്ക് ഗ്യാരണ്ടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന KFC വോളിയം 2 അപ്പൻഡിക്സ് എന്ന് പറയുന്നത് 9 ആണ്. അടുത്ത ചോദ്യം, സർവീസിലിരിക്കെ മരണപ്പെടുന്ന ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം നൽകുന്നതിനുള്ള നിയമങ്ങൾ KFC വോളിയം 2 ഏത് അപ്പൻഡിക്സിലാണ് നൽകിയിരിക്കുന്നത്? സർവീസിലിരിക്കാൻ മരണപ്പെടുന്ന ജീവനക്കാർക്ക് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അടിയന്തര സഹായം വേണ്ടി വരും. അത് ഒരു അഡ്വാൻസ് ആയിട്ടായിരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പൊ അതിന് ഉള്ള ഡീറ്റെയിൽസ്, അത്തരം സഹായം നൽകുന്നതിനുള്ള നിയമങ്ങൾ കേരള ഫിനാൻഷ്യൽ കോഡിൽ വോളിയം 2 പറയുന്നുണ്ട്. അത് അപ്പൻഡിക്സിൽ. ആ അപ്പൻഡിക്സ് ഏതാണെന്നാണ് ചോദ്യം. അപ്പൻഡിക്സ് 10 ആണ്. ആൻസർ അപ്പൻഡിക്സ് 10. സർവീസിലേക്ക് മരണപ്പെടുന്ന ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന അടിയന്തര സഹായങ്ങളെ പറ്റിയിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നു അപ്പൻഡിക്സ് 10. ഓക്കെ. ഇനി സർവീസിലിരിക്കെ മരണപ്പെടുന്ന സർക്കാർ ജീവനക്കാരത്തിന്റെ കുടുംബത്തിന് അർഹമായ സാഹചര്യങ്ങളിൽ മുൻകൂർ തുക, അത് അഡ്വാൻസ് എമൗണ്ട് നൽകുന്നതിന് തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? മുൻകൂർ ഇങ്ങനെ സർവീസിലേക്ക് മരണപ്പെടുമ്പോൾ അതിന്റെ അടിയന്തര സഹായം വേണ്ടി വരും. അത് മുൻകൂറായിട്ടായിരിക്കും കൊടുക്കുക, അഡ്വാൻസ് ആയിട്ടായിരിക്കും കൊടുക്കുക. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ അതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി അധികാരമുള്ള ആർക്കാന്നാണ് ചോദ്യം. അത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഹെഡ് ഓഫ് ഓഫീസിനും ഉണ്ട്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനും ഉണ്ട്. ഏതായിട്ടും കുഴപ്പമില്ല, ഹെഡ് ഓഫ് ഓഫീസും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റും. അടുത്ത ചോദ്യം, ഒരു നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ LIC പ്രീമിയം കിഴിവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എൻട്രികൾ സാക്ഷ്യപ്പെടുത്താൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാരാണ്? ഇപ്പൊ LICയിൽ നമ്മൾ പ്രീമിയം അടയ്ക്കുന്നു, അത് ത്രൂ സാലറി അടയ്ക്കാം. നമുക്ക് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് LIC പ്രീമിയം അടയ്ക്കാം. അപ്പോൾ അത് അറ്റസ്റ്റ് ചെയ്യാൻ പിന്നെ അധികാരമുള്ള ഉദ്യോഗസ്ഥന് ആരാണ് ശരിക്കും? അത് തന്നെ അദ്ദേഹത്തിന് നമുക്ക് ഡ്രോയിങ് ഓഫീസർ എന്ന് തന്നെ പറയാം. അത് ആരാണ്? ഡ്രോയിങ് ഓഫീസറാണ്. അടുത്ത ചോദ്യം, ഇപ്പോൾ ഒരു നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ നിന്ന് LIC പ്രീമിയം കുറയ്ക്കുകയാണെങ്കിൽ അദ്ദേഹം തന്റെ ഡ്രോയിങ് ഓഫീസറെ അറിയിക്കണം. ശമ്പളത്തിൽ നിന്ന് കിഴിവ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ മാസവും ശമ്പളത്തിൽ നിന്ന് പ്രീമിയം കുറയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ആരുടെ കടമയാണ്? നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട, LIC പ്രീമിയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, LIC പ്രീമിയം ശരിക്കും പുറത്തുനിന്ന് വരുന്ന കേസാണ്. നമ്മൾ LIC ചേർന്നത് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് LIC ചേർന്നിട്ടുണ്ടാവില്ല, ഡയറക്റ്റ് അല്ല LIC. അപ്പൊ LICയിൽ നമ്മൾ പുറത്തുനിന്ന് ചേർന്നിട്ട് സാലറി ഡിഡക്ഷനിലേക്ക് കൊണ്ടുവരികയാണ്. അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ സാലറിയിൽ നിന്ന് ആ തുക ഡിഡക്റ്റ് ചെയ്യാന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഒരിക്കൽ ഡിഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു, സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തു, പിന്നെ നമ്മൾ കൃത്യമായിട്ട് പ്രീമിയം കുറയ്ക്കുന്നുണ്ടെന്ന്, ഓരോ മാസവും ഈ പ്രീമിയം സാലറിയിൽ നിന്ന് അടയ്ക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ചോദ്യം. അത് ശരിക്കും ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഡ്രോയിങ് ഓഫീസറുടെ അല്ല, ഈ ഇൻഷുറൻസ് പോളിസിയുടെ ആരാണോ, ഈ പോളിസി ഹോൾഡർ ആരാണോ, നമ്മുടെ പേരിലാണ് ഇൻഷുറൻസ് ഈ പോളിസി എങ്കിൽ നമ്മളാണ് ഓരോ മാസവും ഈ ഡിഡക്ഷൻസ് കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. ചിലപ്പോൾ ഒരു കൊല്ലമൊന്നും അടച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ അറിയില്ല, അതങ്ങനെ പോകും. നമ്മൾ കിട്ടുന്ന കാശ് കൂടുതൽ കിട്ടിയാലും നമ്മൾ മേടിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ അതല്ല വേണ്ടത്, ഓരോ മാസവും ആ ഡിഡക്ഷൻസ് പോയിട്ടുണ്ട്. വേറെ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല, LICക്ക് മാത്രമേ അത് ചെക്ക് ചെയ്യേണ്ടുള്ളൂ. ബാക്കി നിർബന്ധമായിട്ടും ഡ്രോയിങ് ഓഫീസറുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ
പോളിസി ഹോൾഡർ തന്നെയാണ് ഇതിന്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം, എല്ലാ മാസവും അടയ്ക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം. ഓക്കെ, അപ്പോൾ ഈ കേരള ഫിനാൻഷ്യൽ കോഡിലെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീണ്ടും ചെയ്യാം. ഇനി അടുത്തതിൽ നമുക്ക് ബഡ്ജറ്റ് മാനുവൽ കൂടി നമുക്ക് പറയാനുണ്ട്. അതിലേക്ക് അടുത്ത ക്ലാസ് മുതൽ കടക്കേണ്ടതായിട്ടുണ്ട്. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.